കൂട്ടുകാരൻ്റെ കുടുംബം 2 ദിവസത്തേക്ക് തങ്ങാനായിട്ട് വരികയാണ്. അർദ്ധരാത്രി ആയപ്പോൾ ആ വീട്ടിലെ വീട്ടമ്മ വെള്ളം കുടിക്കാനായിട്ട് എഴുന്നേറ്റു. അപ്പോഴുണ്ട് വിരുന്നുകാർ ഉറങ്ങാൻ കിടന്ന മുറിയിൽ നിന്നും വിസിലൂതുന്ന പോലത്തെ ഒരു ചെറിയ ശബ്ദം കേൾക്കുകയാണ്. ഇതെന്തെന്ന് നോക്കാനായിട്ട് ചെന്ന ആ വീട്ടമ്മ അവിടെ കണ്ട കാഴ്ചയിൽ പകച്ചുപോയി. എന്തെന്നല്ലേ, നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ചെന്നൈ ടി നഗറിലുള്ള സീ തമിഴ് ചാനലിൻ്റെ ഓഫീസിലേക്ക് രാവിലെ ഒരു ഫോൺ കോൾ വരികയാണ്. വിളിച്ചിരിക്കുന്നത് സതീഷ് കുമാർ എന്ന 24-കാരനാണ്. സൊൽവതെല്ലാം ഉണ്മൈ എന്ന റിയാലിറ്റി ഷോയിൽ തങ്ങളുടെ പ്രശ്നം ഉൾക്കൊള്ളിക്കണമെന്നും അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞിട്ടാണ് സതീഷ് വിളിച്ചിരിക്കുന്നത്. വെളിപ്പുറം ഡിസ്ട്രിക്റ്റിലെ എംകുച്ചി പാളയം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സതീഷ് കുമാറും ഭാർഗവി എന്ന പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നു. എന്നാൽ ഭാർഗവിയുടെ അച്ഛൻ മുരുകൻ ഇതിനെ ശക്തമായി എതിർത്തു. മറ്റൊരു വഴിയും കാണാതെ ആയതോടെ ഭാർഗവി സതീഷിനൊപ്പം ഇറങ്ങിപ്പോയി. സതീഷിന്റെ വീട്ടിലാണ് പിന്നെ ഇവർ താമസിച്ചിരുന്നത്. അവിടെ വച്ച് എന്നും മുരുകൻ ചെന്നിട്ട് തന്നെ അനുസരിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനാൽ ഇതെല്ലാം പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ വരെ നഷ്ടപ്പെടുമെന്ന് ഭയന്നാണ് സതീഷ് ഈ സീ തമിഴ് ചാനലുമായി ബന്ധപ്പെട്ടത്. ഒടുവിൽ സതീഷിൻ്റെയും ഭാർഗവിയുടെയും പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കി സൊൽവതെല്ലാം ഉണ്മൈ ടീം ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. സതീഷിൻ്റെയും ഭാർഗവിയുടെയും വീട്ടുകാരെ ചാനൽ നേരിട്ട് വിളിച്ച് സംസാരിച്ച ശേഷം സീ തമിഴിൻ്റെ ടി നഗറിലെ സ്റ്റുഡിയോയിൽ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2012 മെയ് 17-നാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അതിനു മുൻപായിട്ട് ഷോയുടെ അവതാരകയായ നിർമ്മല പെരിയസ്വാമി സതീഷിനോടും ഭാർഗവിയോടും കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ 2 കുടുംബക്കാരും സ്റ്റുഡിയോയിലെത്തി. സതീഷ് കുമാർ, ഭാർഗവി, സതീഷിന്റെ അച്ഛൻ കുമാർ, അമ്മ സരോജ എന്നിവർ ഒരു വശത്തും ഭാർഗവിയുടെ അച്ഛൻ മുരുകനും അമ്മ രാജേശ്വരിയും മറുവശത്തും ഇരുന്നു. ഇരു കൂട്ടരുടെ നടുക്ക് നിർമ്മല പെരിയസ്വാമിയും ഇരുന്നതോടെ സൊൽവതെല്ലാം ഉണ്മൈ എന്ന ഷോ ആരംഭിച്ചു. ക്യാമറകളെല്ലാം ഓണായി. ഇരു കൂട്ടരും അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു വന്നപ്പോഴാണ് നിർമ്മല പെരിയസ്വാമിക്ക് ഒരു കാര്യം പിടികിട്ടിയത്. ഭാർഗവിക്ക് 17 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂവെന്ന്. +2 പരീക്ഷ കഴിഞ്ഞതോടെയാണ് അവൾ കാമുകൻ സതീഷിനൊപ്പം ഇറങ്ങിപ്പോയത്. 3 വർഷം തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നും വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്നാണ് ഇറങ്ങിപ്പോകേണ്ടി വന്നതെന്നുമാണ് ഭാർഗവിയുടെ പക്ഷം. എന്നാൽ പഠിക്കേണ്ട പ്രായത്തിൽ പ്രായപൂർത്തിയാവാതെ ഇങ്ങനെ ചെയ്താൽ ഏത് വീട്ടുകാരും എതിർക്കുമെന്നായി നിർമ്മല പെരിയസ്വാമി. വീട്ടുകാർക്കൊപ്പം ഭാർഗവി തിരിച്ചു പോകണമെന്ന് നിർമ്മല പെരിയസ്വാമി പറഞ്ഞതോടെ ഭാർഗവി കരയാൻ തുടങ്ങി. അച്ഛൻ കഴുത്തിൽ കത്തിവെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യവും അവൾ പറഞ്ഞു. പക്ഷേ ഈ പറയുന്നതെല്ലാം സതീഷിൻ്റെ കൂടെ പോകാൻ വേണ്ടി ഭാർഗവി ഉണ്ടാക്കി പറയുന്നതാണെന്നാണ് നിർമ്മല പെരിയസ്വാമി വിചാരിച്ചത്. എന്നാൽ അതിനുശേഷം ഭാർഗവി പറഞ്ഞത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. തൻ്റെ അച്ഛൻ തന്നെ പലതവണ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം അമ്മ രാജേശ്വരിക്ക് അറിയാം. അമ്മ അപ്പോൾ പറഞ്ഞത്, നീ പറയുന്നത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി നീ നിന്റെ അച്ഛനെതിരെ എന്തെങ്കിലും തിരിഞ്ഞാൽ ആ മനുഷ്യൻ നിന്നെ കൊല്ലാനും മടിക്കില്ല എന്നായിരുന്നു. എന്നാൽ മകൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ആ അച്ഛനമ്മമാർ ഒരുപോലെ നിഷേധിച്ചു. ഇതോടെ ഭാർഗവി മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. തന്നെ നിർബന്ധിച്ച് തൻ്റെ വീട്ടുകാർക്കൊപ്പം വിട്ടാൽ അച്ഛൻ കൊന്നുകളയുമെന്നും ഇതിനു മുൻപും അച്ഛൻ കൊല നടത്തി പരിചയമുള്ള ആളാണെന്നും ഭാർഗവി പറഞ്ഞു. ഇത് കേട്ട് ഇടയിൽ കയറി സംസാരിക്കാൻ വന്ന മുരുകനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഭാർഗവിയോട് തെളിവായിട്ട് പറയാൻ നിർമ്മല പെരിയസ്വാമി പറയുകയാണ്. അപ്പോൾ ഭാർഗവി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ ഒരു കൊലയാളിയാണ്. ഇതിനു മുൻപ് സ്വന്തം കൂട്ടുകാരനെയും അയാളുടെ മകളെയും മരുമകനെയും കൊന്ന് ഞങ്ങളുടെ മുറ്റത്ത് അയാൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് കേട്ടതും അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് മുരുകൻ അലറി. രാജേശ്വരിയും മകൾ സ്വബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ട് ഷോക്കായി ഇരിക്കുകയായിരുന്നു ആങ്കറായ നിർമ്മല പെരിയസ്വാമിയും ആ ഷോയുടെ അണിയറ പ്രവർത്തകരും. ഭാർഗവി പറയുന്നത് ഒന്നും നിസ്സാര കാര്യമല്ല. അവൾ പറയുന്നത് വെച്ച് പ്രായപൂർത്തിയാകാത്ത മകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഒരച്ഛൻ, അതുമാത്രമല്ല 3 പേരെ കൊന്നു കുഴിച്ചു മൂടിയ ഒരു കൊലയാളിയും കൂടിയാണ് തങ്ങളുടെ ഷോയിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് സൊൽവതെല്ലാം ഉണ്മയുടെ അണിയറ പ്രവർത്തകർക്ക് പിടികിട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതുവരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിന്ന മുരുകൻ പെട്ടെന്ന് ഓടിച്ചെന്ന് സതീഷിനെ കെട്ടിപ്പിടിച്ച ശേഷം സ്റ്റുഡിയോ റൂമിൽ നിന്നും ഇറങ്ങി വേഗത്തിൽ പോകുന്നത്.
ഉടനെ തന്നെ രാജേശ്വരി നിർമ്മല പെരിയസ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് നിറകണ്ണുകളോടെ ഈ പരിപാടി TV-യിൽ കാണിക്കരുത് എന്ന് കാലിൽ വീണ് അപേക്ഷിച്ചു. ഇത് കണ്ട് മുരുകനും തിരിച്ചു വന്ന് അവരോട് അപേക്ഷിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും സ്പീഡിൽ അവിടെ നിന്നും പോയി. ഇതോടെ ഭാർഗവി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനുശേഷം സീ തമിഴ് ചാനൽ ഇത് പോലീസിനെ അറിയിക്കാതെ അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. ടി നഗറിലെ സീ തമിഴ് ചാനലിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നും 2 ടീമായിട്ട് അന്വേഷണത്തിനിറങ്ങുകയാണ്. ഒരു ടീം കുച്ചിപ്പാളയത്തുള്ള മുരുകൻ്റെ വീട്ടിൽ പോയപ്പോൾ അടുത്ത ടീം മുരുകൻ കൊന്നു കുഴിച്ചുമൂടി എന്ന് പറഞ്ഞ് ആളുകളെപ്പറ്റി അന്വേഷിക്കാനും ഇറങ്ങി. നല്ലാർപിള്ളൈ പെട്രാൽ എന്ന ഗ്രാമത്തിൽ പോവുകയാണ്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്നും അവരറിയുന്നത്. അതായത് 2008 ഡിസംബറിൽ തമിഴ്നാട്ടിലെ നല്ലാർപിള്ളൈ പെട്രാൽ എന്ന ഗ്രാമത്തിൽ നിന്നും 16 വയസ്സുള്ള ലാവണ്യ എന്ന പെൺകുട്ടിയെയും അവളുടെ അച്ഛൻ ശേഖറിനെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയാണ്. ശേഖറിൻ്റെ ഭാര്യ ജീവാ ശേഖർ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇവരുടെ മകൾ ലാവണ്യയും ആ ഗ്രാമത്തിലുള്ള 20 വയസ്സുള്ള ചിലംബരശനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ചിലംബരശൻ്റെ കുടുംബം ഇതിനെ ശക്തമായി എതിർത്തു. ലാവണ്യ നാടോടി സമുദായത്തിലും ചിലംബരശൻ ഉയർന്ന സമുദായത്തിലുമായിരുന്നതായിരുന്നു പ്രശ്നം. എന്നാൽ ലാവണ്യയുടെ വീട്ടിൽ എതിർപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രശ്നം രൂക്ഷമായതോടെ ലാവണ്യയുടെ അച്ഛൻ ശേഖർ ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. അതിനുശേഷമാണ് ലാവണ്യയെയും ചിലംബരശനെയും ശേഖറിനെയും കാണാതാവുന്നത്. ചിലംബരശൻ്റെ പാരൻസാണ് ഇവരുടെ മിസ്സിങ്ങിന് പിറകിൽ എന്നാണ് ശേഖറിൻ്റെ ഭാര്യ ജീവാ ശേഖർ ആരോപിക്കുന്നത്. എന്നാൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ചിലംബരശൻ്റെ വീട്ടുകാർക്ക് യാതൊരു പങ്കുമില്ലെന്ന് കണ്ടെത്തുകയാണ്. വർഷങ്ങൾ കടന്നുപോയിട്ടും ആ 3 പേർക്കും എന്ത് സംഭവിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇത്രയും അറിഞ്ഞതോടെ 4 വർഷമായി ഇവർ 3 പേരും മിസ്സിംഗ് ആണെന്ന് ചാനലുകാർക്ക് പിടികിട്ടി. ഈ സമയം സ്റ്റുഡിയോയിൽ നിന്നും ഇറങ്ങിയ മുരുകനും രാജേശ്വരിയും അവരുടെ വീട്ടിലേക്കല്ല പോയിരിക്കുന്നത്. അവർ ഒളിവിലാണെന്നും ചാനലുകാർ മനസ്സിലാക്കി. സീ തമിഴ് ചാനലിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്നത് സെൻസേഷണൽ ആയിട്ടുള്ള എപ്പിസോഡാണ്. അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് വരെ തൽക്കാലം അവർ ഒരു വിവരവും പുറത്തുവിട്ടില്ല. മെയ് 28-നും 29-നുമായിട്ട് 2 എപ്പിസോഡുകളായിട്ടാണ് ഇത് ടെലികാസ്റ്റ് ചെയ്തത്. ഇത് വൻ വിഷയമാവുകയാണ്. പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോലീസ് ഇടപെട്ടു. അന്നത്തെ വെളിപ്പുറം DIG ആയിരുന്ന ഷൺമുഖവേൽ ചാനലിനെതിരെ മുന്നോട്ട് വരികയാണ്. കാരണം ഇത് ഷൂട്ട് ചെയ്ത് ഇത്രയും ദിവസത്തെ ഗ്യാപ്പിനിടയിൽ പ്രതിയായ മുരുകൻ ആരെങ്കിലും അപായപ്പെടുത്തുകയോ സ്ഥലം വിടുകയോ തെളിവ് നശിപ്പിക്കുകയോ എല്ലാം ചെയ്തിരുന്നുവെങ്കിൽ എന്ത് അലക്ഷ്യമായിട്ടാണ് ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതുമാത്രമല്ല, ചാനൽ വളരെ നിസ്സാരമായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രോഗ്രാമോടുകൂടി ശേഖറിൻ്റെ ഭാര്യ ജീവാ ശേഖർ വീണ്ടും അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയാണ്. അതോടെ പോലീസ് ഭാർഗവി പറഞ്ഞ സ്ഥലത്ത് കുഴിയെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. JCBകളെത്തി, വേണ്ടപ്പെട്ട അധികൃതർ എല്ലാവരും എത്തി. മുരുകൻ്റെ വീടിന് മുന്നിലുള്ള പഴയ കിണറ്റിലാണ് ഡെഡ് ബോഡികൾ കൊണ്ടിട്ടിരിക്കുന്നത് എന്നാണ് ഭാർഗവി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സൂക്ഷ്മതയോടെ മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശോധനയിൽ തലയോട്ടികളും എല്ലും കഷ്ണങ്ങളും എല്ലാം പുറത്തെടുക്കുകയാണ്. 3 തലയോട്ടികളാണ് അവിടെ നിന്നും കിട്ടിയത്. ഒളിവിൽ പോയ മുരുകൻ പഴയ സിം കാർഡ് നശിപ്പിച്ച് മുരുകൻ പുതിയതാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി. എന്നാൽ പഴയ ഫോണിൽ തന്നെയാണ് അയാൾ സിം ഇട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് മുരുകൻ്റെ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്തു. അങ്ങനെ മുരുകനും രാജേശ്വരിയും ഒളിച്ചിരിക്കുന്ന വീട് അവർ കണ്ടുപിടിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവർ ഒളിവിൽ താമസിച്ച വീടിന് മുന്നിൽ പ്രസ് എന്ന ലേബൽ ഒട്ടിച്ച വണ്ടി വന്ന് നിൽക്കുന്നു. തങ്ങൾ സീ തമിഴ് ചാനലിൽ നിന്നും വന്നതാണെന്നും മുരുകൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ അത് പോലീസുകാരായിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയ മുരുകനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഒടുവിൽ മുരുകൻ സത്യങ്ങളെല്ലാം പറഞ്ഞു. മുരുകൻ പറഞ്ഞ സത്യങ്ങൾ ഇതാണ്: വെളിപ്പുറം ഡിസ്ട്രിക്റ്റിലെ നല്ലാർപിള്ളൈ പെട്രയിലാണ് മുരുകൻ ജനിച്ചതും വളർന്നതും എല്ലാം. ഒരു ദിവസം സ്വന്തം വിവാഹം ക്ഷണിക്കാൻ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിയെ മുരുകൻ തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു. അതാണ് ഇപ്പോഴത്തെ മുരുകൻ്റെ ഭാര്യ രാജേശ്വരി. അന്ന് ആ നാട്ടിൽ അത് വലിയ പ്രശ്നമുണ്ടാക്കി.
അതോടെയാണ് അവിടെ നിന്ന് 35 കിലോമീറ്റർ ദൂരത്തുള്ള എംകുച്ചി പാളയത്ത് മുരുകൻ രാജേശ്വരിയും കൊണ്ട് പോകുന്നത്. 5 വർഷത്തിനിടയിൽ ഇവർക്ക് 3 കുട്ടികളും ഉണ്ടായി, ഒരു പെണ്ണും 2 ആണും. ഇതിൽ മൂത്തവളാണ് ഭാർഗവി. വർഷങ്ങൾ കടന്നു പോവുകയാണ്. കടുത്ത മദ്യപാനിയായിരുന്ന മുരുകൻ മകൾ പ്രായമായതോടെ മോശം കണ്ണുകളോടെ അവളെ കാണാൻ തുടങ്ങി. അമ്മ രാജേശ്വരിയും അതിന് കൂട്ടുനിൽക്കുന്നത് അവളെ വല്ലാതെ തളർത്തി. എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ 9ൽ പഠിക്കുന്ന സമയത്ത് ആ നടക്കുന്ന കാര്യം അറിയുന്നത്. അച്ഛൻ ഒരു ദിവസം വളരെ മോശമായി ഭാർഗവിയോട് പെരുമാറുകയാണ്. അപ്പോൾ അവൾ അതിനെ എതിർത്തു. മുരുകൻ ആ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോഴാണ് രാജേശ്വരി 3 പേരെ അച്ഛൻ കൊന്ന കാര്യം പറയുന്നത്. അതിങ്ങനെയാണ്. കാർപ്പൻ്ററായിരുന്ന മുരുകൻ നല്ലൈപ്പിള്ളൈപ്പെട്രായിൽ ഒരു ഫർണിച്ചർ കട നടത്തുകയായിരുന്നു. അതിൻ്റെ പാർട്ട്ണറാണ് ശേഖർ. ഇവർ നല്ല സുഹൃത്തുക്കളുമായിരുന്നു. ഇവരുടെ കടയിലെ ജോലിക്കാരനായിരുന്നു ചിലംബരശൻ. അച്ഛന് ചോറ് കൊണ്ട് വന്ന് ചിലംബരശനുമായിട്ട് ലാവണ്യ അടുപ്പത്തിലാവുകയാണ്. അവരുടെ ബന്ധം പ്രശ്നമായതോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശേഖരൻ വിവാഹം നടത്തി കൊടുത്തു. ഇവരെ തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറ്റാനിരുന്ന ശേഖറിനോട് അവസരം മുതലെടുത്ത് മുരുകൻ തൻ്റെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വാക്ക് കൊടുക്കുകയാണ്. ശേഖർ മകളെയും മരുമകനെയും അവിടെ കൊണ്ടുവന്നാക്കുകയാണ് മുരുകനെ വിശ്വസിച്ചിട്ട്. അവർക്ക് ജീവിക്കാനുള്ള കുറച്ച് പണവും സ്വർണവും ഒക്കെ ലാവണ്യയെ അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു. സ്വന്തം മകളെപ്പോലും വിടാത്തവൻ്റെ വീട്ടിലാണ് കൂട്ടുകാരൻ്റെ മകൾ എത്തിയത് എന്ന് ഓർക്കണം. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോവുകയാണ്. ചിലംബരശനെ ഇതിനിടയ്ക്ക് മുരുകൻ കടുത്ത മദ്യപാനിയാക്കി മാറ്റുകയാണ്. ചിലംബരശന് ലാവണ്യയെ പതുക്കെ മടുത്തു തുടങ്ങി. ഇതറിഞ്ഞ മുരുകൻ ലാവണ്യയോട് മോശമായി പെരുമാറാൻ തുടങ്ങി. ചിലംബരശൻ മുരുകന് സപ്പോർട്ടാണെന്ന് ലാവണ്യയ്ക്ക് അറിയാമായിരുന്നു. ഒരു ദിവസം ലാവണ്യയുടെ മുറിയിൽ രാത്രി കയറിച്ചെന്ന് അവളെ കടന്നു പിടിച്ചതും അവളെല്ലാം തൻ്റെ അച്ഛനെ അറിയിക്കുമെന്ന് പറഞ്ഞു. ഇതോടെ ദേഷ്യം വന്ന മുരുകൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അകത്ത മുറിയിൽ നിന്നും ഭാർഗവിയുടെ ജീവൻ പോകുന്ന സമയത്ത് അവളുടെ തൊണ്ടയിൽ നിന്നും വന്ന വിസിലൂതുന്നത് പോലത്തെ ശബ്ദം കേട്ട് രാജേശ്വരി ചെന്നപ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ബോഡി വെള്ളമില്ലാത്ത കിണറ്റിൽ കുഴിച്ചു മൂടാൻ മുരുകൻ്റെ സഹോദരനായ മതിയരസനും ഒരു കൂട്ടുകാരനുമായ മൂർത്തിയും വന്നു. ഇവർക്കൊപ്പം ചിലംബരശനും ഉണ്ടായിരുന്നു. അതിനുശേഷം ശേഖറിന് വേണ്ടി ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. 2 ദിവസത്തിനകം മകളെയും മരുമകനെയും കാണാൻ ശേഖർ എത്തി. 2 പേരും പുറത്തു പോയിരിക്കുകയാണ്. നമുക്കല്പം മദ്യപിക്കാം എന്ന് പറഞ്ഞ് മുരുകൻ മദ്യത്തിൽ എന്തോ കലക്കിക്കൊടുത്ത് ശേഖറിനെയും കൊന്നു. ലാവണ്യയുടെ സ്വർണവും പണവും 4 പേർക്കും തുല്യമായി പങ്കിട്ടെടുക്കാം എന്ന കരാറാണ് മുരുകൻ വച്ചിരുന്നത്. എന്നാൽ ചിലംബരശനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ മുരുകൻ അവനെയും കൊലപ്പെടുത്തി. 3 ബോഡികളും കിണറ്റിലിട്ട് മണ്ണ് മൂടുകയാണ്. ഇതെല്ലാം കേട്ടതോടെ ഭാർഗവി ഞെട്ടി വിറച്ചു. ആ ഇടയ്ക്കാണ് സതീഷിനെ ഭാർഗവി കണ്ടുമുട്ടുന്നതും കൂടെ ഇറങ്ങി പോകുന്നതുമെല്ലാം. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ പോലും അവൾ +2-ന് 1200-ൽ 1016 മാർക്ക് വാങ്ങി പാസ്സായി. ഇന്ന് അവൾ എഞ്ചിനീയറിംഗ് പഠനവും പൂർത്തിയായി സതീഷ് കുമാറിനൊപ്പം ജീവിക്കുകയാണ്. 8 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഈ കേസിന് വിധി വന്നത്. വിചാരണ കാലയളവിൽ തന്നെ മൂർത്തി മരണപ്പെട്ടു. 2020-ൽ ഈ കേസിന് വിധി വന്നെങ്കിലും മൗനസാക്ഷിയായ രാജേശ്വരിയെ കോടതി വെറുതെ വിടുകയാണ്. തെളിവ് നശിപ്പിക്കാനും കൊലപാതകത്തിൽ നേരിട്ട് ഇടപെട്ടതിനും മതിയരസന് ജീവപര്യന്തവും ഇതിൻ്റെ എല്ലാം സൂത്രധാരനായ മുരുകന് 3 ജീവപര്യന്തവുമാണ് വിധിച്ചത്. ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.